വേണ്ട കലയിൽ ജാതി ഉണ്ടോ? കലയിൽ പിന്നെ ഇന്ത്യയിൽ ജാതി ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാണ്. ഒന്നുമില്ല. കേരള കല ജാതിയുടെ കീഴിലായിരുന്നില്ലേ? കലാമണ്ഡലങ്ങളിൽ നടക്കുന്ന ജാതി കോപ്രായങ്ങളൊക്കെ നമ്മൾ വാർത്തകളിലൂടെ കാണുന്നല്ലേ. കേരളത്തിൽ ജാതി ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലായിടത്തും ജാതിയുണ്ട്. അതിനൊരു മറ നീക്കി നമുക്ക് കാണാൻ പറ്റുക എന്ന് പറഞ്ഞൊരു ഒരു ഇതുണ്ട്. അത് നമ്മളതിനെ ഒരിക്കലും നമ്മളെ ബ്ലൈൻഡ് ആക്കുന്ന ഒരു കണ്ണാടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും ഒരു ജാതി കണ്ണാടി വെച്ച് വരും നമുക്ക് ജാതിയെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. നീ അത് പ്രാക്ടീസ് ചെയ്യണം, പക്ഷെ നീ അത് കാണാൻ പാടില്ല എന്നുള്ളത്. ഞാൻ ആ കണ്ണാടി അഴിച്ചു വെക്കാൻ ആണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അതുണ്ട്, അത് നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രശ്നം ആ ഇൻഇക്വാലിറ്റിയാണ്. അതില്ലാതെ ഏത് വൈദേശിക ഐഡിയോളജികൾ നിങ്ങൾ ഇന്ത്യക്കകത്ത് കൊണ്ടുപോയി വളർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലും അത് ജാതിയുടെ ബേസിസിൽ മാത്രമേ വർക്കാവുള്ളൂ. ആദ്യം ജാതി ഇല്ലാതാക്കാം. വേടനത്തിന് എപ്പോഴെങ്കിലും ഇരയായിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നത് പ്രൊഫഷണൽ, എൻ്റെ പേഴ്സണൽ അനുഭവങ്ങൾ അത്ര വലുതല്ലായിരിക്കാം. പക്ഷേ അതൊരു വലിയ ജനസമൂഹത്തിനെ തന്നെ ഇപ്പോഴും ഒരു മാർജിന് താഴെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ എൻ്റെ പേഴ്സണൽ അനുഭവങ്ങൾ ഒരു പ്രശ്നമേ അല്ല. അത് എനിക്ക് മാത്രം പ്രശ്നമുള്ളൂ. അത് വേറെ ഒരാളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് മനസ്സിലാവണമെന്ന് പോലും ഇല്ല. പക്ഷെ അങ്ങനെ കോടാനുകോടി ജനങ്ങൾ ഇപ്പോഴും മാർജിന് താഴെയാണ് നിൽക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ വേടൻ പറയുന്നത്, വേടൻ്റെ ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് പിന്നിലൊരു ഗൂഢാലോചനയൊക്കെ വേടൻ സംശയിക്കുന്നുണ്ട്. എനിക്കതിലൊരു സംശയമൊന്നുമില്ല. നമുക്കത് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ വിശ്വാസമുണ്ട്. ഞാനത് ദിവസം അനുഭവിക്കുന്ന ആളല്ലേ. അതിനെക്കുറിച്ച് എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റില്ല. ഭാവിയിൽ ഞാൻ എന്തായാലും സംസാരിക്കും. അല്ല, ഞാൻ പറഞ്ഞത് അതിന് നമ്മൾ ആ പറയുന്ന ഘടകം ഒരു കാരണമാണോ അതോ ഒരു ജാതി അതിൽ വലിയൊരു പാർട്ട് തന്നെയാണ്. ജാതി കലയ്ക്കകത്ത് വലിയ പാർട്ടാണ്. ജാതിയും ലൈക്ക് ഹൗ വി ലുക്സ്, നമ്മളെങ്ങനെയാണ് കാണാനിരിക്കുന്നത്, ലൈക്ക് അതൊക്കെ ഇന്ത്യയുടെ സൗന്ദര്യ എന്താണ് അതിനെ പറയുക, ആ സൗന്ദര്യ കെട്ടുപാടിനകത്തുള്ള വരുന്ന കാര്യങ്ങളിലൊക്കെ എല്ലാവരും അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനത്തെ ഒരു 10 കുട്ടികളെ വിളിച്ചിരുത്തി ചോദിച്ചു കഴിഞ്ഞാൽ 10 കുട്ടികൾക്കും 10 കഥകൾ പറയാനുണ്ടാവും അവരുടേതായിട്ടുള്ള. ഏറ്റവും കൂടുതൽ സ്കൂൾ കോളേജുകൾ സമയങ്ങളിൽ. അപ്പോൾ നമ്മുടെ സൗന്ദര്യബോധമൊക്കെ വേറെയാണല്ലോ. നമ്മൾ ലൈക്ക് ഇപ്പോഴൊക്കെയാണ് കറുത്ത മോഡലുകളും കറുത്ത നടിമാരെയൊക്കെ അംഗീകരിക്കാനൊക്കെ തുടങ്ങിയത് നമ്മൾ. അതിനും നമുക്ക് പുതിയ കാല സിനിമകൾ വേണ്ടി വന്നു. പഴയകാല സിനിമകൾ, ജാതി സിനിമകൾ ഉണ്ടായിരുന്ന സമയത്തൊന്നും ഇത് ഉണ്ടായിരുന്നില്ല. അതിന് ഇതേമാതിരി മട്ടാഞ്ചേരി മാഫിയമാരുടെ കുറച്ച് ആൾക്കാരൊക്കെ വരേണ്ട വന്നു. നമ്മൾ എത്ര കുറ്റം പറയുകയാണെങ്കിലും സാധാരണക്കാരുടെ സിനിമയും സാധാരണക്കാരുടെ മുഖവും കാണുന്നുണ്ടെങ്കിൽ ഈ പുതിയ ആൾക്കാർ വരേണ്ട വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് മാറ്റം സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന മാതിരി ഒരുപാട് മോശപ്പെട്ട സാധനങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.